നിർമ്മല സീതാരാമനുമായുള്ള പ്രഭാത ഭക്ഷണം വളരെ സൗഹൃദമായി തീർന്നതിന് ശേഷം ഇതൊരു അനൗദ്യോഗിക ചർച്ചയാണ് എന്ന് മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് റിലീസ് വന്നതിന് ശേഷം എൻ്റെ വളരെ അടുത്ത സീനിയറായ കുറേ പത്രപ്രവർത്തകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മാഷേ, ഏതെങ്കിലും സന്ദർഭത്തിൽ മാഷും ഗവർണറുമൊന്നും അടുത്തില്ലാത്ത സന്ദർഭത്തിൽ നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായിയുമായി എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, മകളുടെ പ്രശ്നമുണ്ടല്ലോ, അപ്പം നിങ്ങൾ കേൾക്കാതെ, മാത്രമല്ല നിർമ്മലാ സീതാരാമൻ്റെ കീഴിലുള്ള ഏജൻസിയാണിത് പരിശോധിക്കുന്നത്, അത് മാഷ് ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ സമീപനം എടുക്കുന്നത്? എന്ത് ആരോപണം? ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നു, അതിനാരും എതിര് പറഞ്ഞില്ലല്ലോ. അത് പലപ്പോഴും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട്. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം അന്ന് നടന്ന ചർച്ചകൾ വളരെ സൗഹാർദ്ദപരമായിരുന്നു. ആ ചർച്ചയിൽ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഗവർണർ ഉൾപ്പെടെ ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സന്ദർഭത്തിലും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുള്ള അന്വേഷണം അത് കടന്നു വന്നു എന്നെനിക്ക് തോന്നുന്നില്ല, വന്നിട്ടില്ല. മാത്രമല്ല, അങ്ങനെയുള്ളൊരു അന്വേഷണം ഗൗരവമായി നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഇത് കൈകാര്യം ചെയ്യുന്ന ഇതിൻ്റെ ഏജൻസികളെ നിയന്ത്രിക്കുന്ന ധനകാര്യമന്ത്രി വരില്ലല്ലോ. പിന്നെ ഞാൻ അവരോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഫാത്തിമ കോളേജിലേക്ക് നിർമ്മലാ സീതാരാമനെ ഒരുമിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ദേശീയ പാതയുടെ നിർമ്മാണ വേഗതയെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ കേന്ദ്രം സഹായിക്കണം, ഞങ്ങൾക്ക് ഫണ്ട് തരണം. ഇപ്പോൾ ഭൂമി എടുക്കുന്നതിൻ്റെ ഏതാണ്ട് 50% ഞങ്ങളാണ് കൊടുക്കുന്നത്. വലിയൊരു ബാധ്യതയാണ് കേരളത്തിന്. ദേശീയ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്യുന്നതെങ്കിലും അതിലെല്ലാ സഹായവും ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് കേരളത്തെ സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, എന്താ പ്രൊഫസറെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ചെറിയൊരു ആരോപണം ഉണ്ടല്ലോ, എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, ആരോപണം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ആലുവയിലെ ഒരു കമ്പനിക്ക് ചില സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തു എന്നതിൻ്റെ പേരിൽ 4 ലക്ഷം രൂപ കിട്ടിയിരുന്നു എന്നാണ്. 12 മാസം കൊണ്ട് എത്ര ലക്ഷം രൂപ കിട്ടും? അതാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നതുകൊണ്ട് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള അവകാശം അവർക്കില്ല. അതിൻ്റെ കോമ്പിറ്റൻസി അവർക്കുണ്ടല്ലോ. അവർ ചെയ്തതെന്താ? ആ കമ്പനിക്ക് വേണ്ടി ചില സഹായങ്ങൾ. നമ്മൾ ഈ ലിഫ്റ്റ് ഓപ്പറേഷനുണ്ട്, അതിൽ ലിഫ്റ്റിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് ചില കമ്പനികളെ ഏൽപ്പിക്കും. ചിലപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. അതുപോലൊരു വർക്കാണ് ഈ കുട്ടി ചെയ്തത്. അതിന് മുഖ്യമന്ത്രിയുടെ പുറകെ കൂടിയിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേക CPM-ൻ്റെ നയിക്കുന്ന ഒരു അതിശക്തന്മാരുടെ ഒരാളാണ്, നല്ല ഭരണകർത്താവാണ്. അപ്പം അദ്ദേഹം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ കൂട്ടുനിൽക്കുമെന്നോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അതിൽ പങ്കെടുക്കുമെന്നോ വിശ്വസിക്കാൻ സാധാരണ ആർക്കും കഴിയില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നേതാക്കൾ ഒരു ഹരമായി ആരോപണം ഉന്നയിച്ച് പൊതുജന മധ്യത്തിൽ നിറഞ്ഞു നിൽക്കാൻ പലപ്പോഴായി ഇത്തരം ആരോപണങ്ങൾ ഉയർത്താറുണ്ട്. അതൊന്നും അദ്ദേഹത്തെ ഏശാറേയില്ല, ഭരണത്തെയും ഏശാറേയില്ല. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സന്ദർഭം അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോയപ്പോൾ പറയാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നിർമ്മലാ സീതാരാമൻ വളരെ ഗൗരവത്തോടുകൂടി അത് കേട്ട് ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രധാനമന്ത്രിക്കും അതുപോലെ കേന്ദ്രമന്ത്രിമാർക്കും നമ്മുടെ മുഖ്യമന്ത്രിയോട് വലിയ ആദരവും സ്നേഹവും റെസ്പെക്റ്റുമാണുള്ളത്. ഞങ്ങൾ അതിനുശേഷമാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് ഗഡ്കരിയെ കാണാൻ പറഞ്ഞത്. അവിടെയും നമുക്ക് നല്ല സ്വീകരണമാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിലും ട്രാൻസ്പോർട്ട് ഭവനിലാണെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി വളരെ നീണ്ട ചർച്ചകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനമായി 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദേശീയ പൊതുനിരത്തിൽ, നാഷണൽ ഹൈവേയിൽ ഈ വലിയ മഴയും കാലാവസ്ഥ മാറ്റങ്ങളും മൂലം ഇടിച്ചിലും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ
CM അവിടെ വന്നു, നമ്മുടെ PWD മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ കൂടെ പോയിരുന്നു. 1.5 മണിക്കൂറാണ് സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. നമ്മളെടുത്ത നിലപാടെന്താ? സംസ്ഥാന ഗവൺമെൻറ് ഇത് പരിഹരിക്കണം. കേന്ദ്ര ഗവൺമെൻറ് വാഗ്ദാനം ചെയ്തിട്ടുള്ള പോലെ 2026 അത് പൂർത്തീകരിക്കണം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കണം. അതിനെന്തൊക്കെ സഹായമാണോ വേണ്ടത് അത് മുഴുവൻ തരാൻ തയ്യാറാണ്. ഇതുപോലെ തന്നെയാണ് റെയിൽവേ മിനിസ്റ്ററെ കാണാൻ പോയപ്പോഴും റെയിൽവേ മിനിസ്റ്റർ നമ്മൾ പറഞ്ഞത് കേരളത്തിൻ്റെ അതിവേഗ റെയിൽവേ സിസ്റ്റം വേണം. അതിൽ മെട്രോസ് ഇതിൻ്റെ ഒരു പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിലുണ്ട്, അത് പരിഗണിക്കണം. എന്നാൽ അതേ ചർച്ചയിൽ അതിനോട് വളരെ പോസിറ്റീവായിട്ട് വന്നില്ലെങ്കിലും ഏതാണ്ട് 1/4 നൂറ്റാണ്ടായി പൊടിതട്ടി കിടക്കുന്ന അങ്കമാലി റെയിൽവേ പാത അതിന് അപ്രൂവലായി. ആയിരക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിലേക്ക് ഉള്ള ഏറ്റവും നല്ല ഒരു റോഡ് ലിങ്കേജായത് മാറുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് താല്പര്യം ചെങ്ങന്നൂരിൽ നിന്ന് പില്ലറിൽ ശബരിമലയിലേക്കായിരുന്നു. നമ്മളതിനെതിരല്ല. പക്ഷേ നമ്മുടെ ഈ പാത അങ്കമാലിയിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്ന പാത, അത് പോകുന്ന സ്ഥലങ്ങളുടെ വികസനത്തിന് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, മുഖ്യ പരിഗണന അങ്കമാലി ശബരിമല പാതയാണ്. അതുപോലെ മറ്റ് പാതകൾ ഞങ്ങൾ സംസാരിച്ചു, എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പുതുമുഖമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി അക്സെപ്റ്റഡ് ഒരു ലീഡറായി പ്രധാനമന്ത്രി കാണുന്നു. ഞാൻ പല യോഗങ്ങളിലും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോഴും ഡൽഹിയിൽ വെച്ചും കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് വളരെ മാന്യമായി, രാഷ്ട്രീയമായി അവർക്ക് താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ മാന്യമായി പെരുമാറുകയും കുറേയധികം കാര്യങ്ങൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ആരെയും കുറച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മണിക്കൂറുകളോളം പ്രധാനമന്ത്രിയെയും മറ്റ് കേന്ദ്രമന്ത്രിമാരുമായും സംസാരിക്കാനും വിശദീകരിക്കാനും കഴിയുന്നുള്ളത് ചെറിയ കാര്യമല്ല. വിഴിഞ്ഞത്ത് വന്നപ്പോൾ ആദ്യഘട്ട ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വന്നത്, എത്രയോ സമയം പ്രധാനമന്ത്രി തുറമുഖത്ത് ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ മുഖ്യമന്ത്രി കൂടെ കൊണ്ടുപോയത്. വേണം അദ്ദേഹത്തിന് തനിച്ചു പോവാം, പക്ഷേ മുഖ്യമന്ത്രിയെ കൂടെ കൂട്ടി എല്ലാ സ്ഥലങ്ങളിലും പോയി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. മാത്രമല്ല യോഗത്തിൽ മുഖ്യമന്ത്രിയോട് കാണിച്ചൊരു മാന്യത, ഒരു സ്നേഹം, ബഹുമാന്യമായ ഒരു റെസ്പെക്റ്റ്, ബഹുമാന്യത, ഇതൊക്കെ ചെറിയൊരു കാര്യമല്ല. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഡൽഹിയിലെ ഈ കഴിഞ്ഞ 2022 ഡിസംബർ മുതൽ ഇതുവരെയുള്ള ഏകദേശം 3 വർഷക്കാലത്തെ പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. എനിക്ക് നല്ല പിന്തുണ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ MP-മാരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 22 മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം ഏറ്റെടുത്ത ജോലി, കേരളത്തിൻ്റെ പ്രത്യേക റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളത് എൻ്റെ മനസ്സിനോട് തിരിച്ചു നോക്കുമ്പോൾ നല്ലൊരു തീരുമാനമായിരുന്നു. അതിന് നീതി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ പല സ്റ്റെപ്പുകളിലൂടെയാണ് പോയിട്ടുള്ളത്. കുമ്പളങ്ങിയിലെ 7ാം വാർഡിൽ നിന്ന് പ്രസിഡൻ്റായി, INGUസിയുടെ കൊച്ചി താലൂക്ക് സെക്രട്ടറിയായി, INGU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ഇവിടെ MLA ആയി, MP ആയി, കേന്ദ്രമന്ത്രിയായി, ഇങ്ങനെ പല രംഗത്ത് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു രംഗം, ഞാൻ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിന്ന് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് മാത്രമല്ല ഞങ്ങൾ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഓരോ സന്ദർഭത്തിൽ വിദേശ രാജ്യങ്ങളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ, അതിപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ ഇറാനിലാണെങ്കിൽ പോലും അവിടെ നിന്ന് നമ്മുടെ മലയാളി വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് കേരളത്തെത്താനുള്ള സഹായം കൊടുക്കുക. നമ്മുടെ തന്നെ വിദ്യാർത്ഥികൾ പല സ്ഥലത്ത് പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ വേണ്ട. ഏറ്റവും രസകരമായിട്ടുള്ളത്, ഇവിടെ ധാരാളം ആളുകൾ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഹിമാലയത്തിലൊക്കെ പോയി എവിടെയെങ്കിലും ചിലപ്പോൾ കുടുങ്ങും.
അപ്പോൾ അവിടെ ഞങ്ങളാണ് സഹായം എത്തിക്കേണ്ടത്. അതിലേറ്റവും സഹായകരമായി വന്നത് നമ്മുടെ മലയാളി സംഘടനകളാണ്. നമ്മൾ തമാശയായി പറയാണ്ട് 10 മലയാളി ഉണ്ടെങ്കിൽ 20 സംഘടനയുണ്ടെന്ന് ഒരു കാര്യം സന്തോഷത്തോടെ പറയാൻ കഴിയും. സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്ത് നടക്കുന്ന ലോക മലയാളി സംഘടന അത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഖത്തറിൽ ഒരിക്കൽ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ ഞങ്ങൾ അവരെയാണ് ആദ്യം വിളിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെയൊക്കെ നമ്മൾ സഹായം തേടും. പക്ഷെ വിദേശത്ത് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ചില നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചാൽ അവർ ബോഡി കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതെല്ലാം നോർക്ക വഴി, നോർക്ക എന്നൊരു സംവിധാനം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. 2001 AK മന്ത്രിസഭയിൽ ഞാൻ അംഗമായിരുന്നപ്പോഴാണ് MM ഹസൻ നോർക്ക എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെയൊക്കെ മന്ത്രിയായി കടന്നു വരുന്നത്. അതത് ചെറിയ സംഘടനയാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് കേന്ദ്രത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ വയലാറിൽ മാറുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള രംഗത്തൊക്കെ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് ഫുഡ് സെക്യൂരിറ്റി ബില്ലൊക്കെ കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എനിക്ക് മറ്റൊരു നേട്ടമായി, മറ്റൊരു അഭിമാനകരമായ മുഹൂർത്തങ്ങളായി ഞാൻ കാണുകയാണ്.